ഹലോ എല്ലാവർക്കും നമ്മളെ ബേസിക് ഹാൻഡ് എംബ്രോയിഡറി സീരീസിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച്. കഴിഞ്ഞ വീഡിയോ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്തിരുന്നു. അത് കാണാത്തവർ ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്കൊരു സീക്വൻസിൽ നന്നായിട്ട് പഠിച്ചു പോകാൻ പറ്റും. അടുത്ത നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അത് റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ, അത് പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ ഇടയ്ക്കുള്ള സ്പേസ് ഇവിടുത്തെ ഉണ്ടല്ലോ, അതുണ്ടാവില്ല. അതാണ് ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ സിംഗിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു എൻഡിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പേൾ കോട്ടനാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ എംബ്രോയിഡറി ഫ്ലോസ് യൂസ് ചെയ്താലും ഓക്കെയാണ്. അപ്പോൾ നമുക്കിത് മുകളിലേക്ക് എടുക്കാം. ആദ്യം സൂചി ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് നമ്മൾ പഴയതുപോലെ തന്നെ കൊടുക്കുക ചെയ്യുന്നത് ആദ്യത്തത്. അതിനുശേഷം നമ്മൾ അതേ നീളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അടുത്തത് നമ്മൾ ഇവിടുന്ന് കുത്തി മുകളിലേക്ക് എടുത്തിട്ട് തിരിച്ച് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് ക്ലോസ് ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കണം. കണ്ടോ, അതുപോലെ തന്നെ അടുത്ത സ്പേസ് അത്ര ഇട്ടിട്ട് ബാക്കിലേക്ക് കുത്തിയെടുക്കാം. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്യാൻ, ബോർഡർ ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഇതുപോലെ എല്ലാം ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫ്ലവറൊക്കെ ഔട്ട്ലൈൻ ചെയ്യാനും ഒക്കെ നന്നായിട്ടിരിക്കും ഈ ഒരു സ്റ്റിച്ച്. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ഇത് ഒരു സർക്കിൾ ഷേപ്പൊക്കെ ഔട്ട്ലൈൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ലെങ്ത്ത് കുറച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഭയങ്കര ഓടായിട്ടിരിക്കും. ഇപ്പോൾ അല്ലാതെ ആണെങ്കിൽ സ്ട്രെയിറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചധികം ലെങ്തി ആയിട്ട് ചെയ്തു പോയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഡബിൾ ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല തിക്നെസ്സിലും ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഓരോ ഫാബ്രിക് അല്ലെങ്കിൽ ഓരോ ഡിസൈൻ അനുസരിച്ച് എത്ര തിക്നെസ് വേണം എന്നനുസരിച്ച് നോട്ടിട്ട് കൊടുക്കണോ ഇല്ലേ എന്നുള്ളത് തീരുമാനിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ ഇതുപോലെ നോട്ടിട്ട് എൻഡ് ചെയ്യാം. അപ്പം പഴയതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ലാസ്റ്റ് സ്റ്റിച്ച് എടുത്ത് ഇതുപോലെ അങ്ങ് നോട്ടിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ലൂപ്പിൽ കൂടെ എടുത്ത് ഇത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ അടുത്തൊരു സ്റ്റിച്ചുമായിട്ട് കാണാം.